40,000 രൂപ വെള്ളസാറിന് തന്നെ കൊടുക്കണം എല്ലാ മാസവും. പിന്നെ അല്ലാണ്ട് വേറെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ, ഓരോ ദിവസവും ഓരോ വെല്ലുവിളികളാണ്. അങ്ങനത്തെ ആൾക്കാർ ആരെങ്കിലും കൂടെ ഉണ്ടോ? നല്ല കടമൊക്കെ ഉള്ളവർ കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. കാര്യം ഞങ്ങളും തുടങ്ങിയ സമയത്ത് ഈ ബിസിനസ് ചെയ്യാൻ 2 ഫ്യൂവലാണ്, ഒന്നിലെ പെട്രോൾ അല്ല ഡീസൽ എന്ന് പറയണത്. ഒന്നില്ലെങ്കിൽ നല്ല കടം വേണം, അല്ലെങ്കിൽ വലിയ സ്വപ്നം വേണം. ഇതിലേതെങ്കിലും ഒന്നുള്ളവർക്ക് ഇത് പറ്റത്തില്ല. ഞങ്ങളൊക്കെ ആ കാര്യത്തിൽ ഭയങ്കര റിച്ചാ. ഒടുക്കത്തെ കടമായിരുന്നു, ഭയങ്കര സ്വപ്നമായിരുന്നു. പഴയ ഏതോ സിനിമയെ കൽപ്പന പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ പാവത്തുങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തരല്ലേ. അങ്ങനെ ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം ഒരു ഗതിയില്ലാത്തൊരു ഇത്രയും സ്വപ്നം തരരുതേ എന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ 1 കൊല്ലമായിട്ട് ഇത് പച്ചപിടിക്കുന്ന ലക്ഷണമൊന്നുമില്ല. ആളുകളുടെ പുറകെ നടക്കുന്നതല്ലാതെ ഒരാൾ പോലും തുടങ്ങുന്നില്ല. ഇനി ആരെങ്കിലും ഒക്കെ തുടങ്ങിയ 1-2 ആഴ്ച കഴിയുമ്പോൾ അവർ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആ പ്രൊഡക്റ്റ് കൊള്ളാണ്, ഇനി പ്രൊഡക്റ്റ് തരണം കേട്ടോ, ബിസിനസ്സും ഞാൻ ചെയ്യത്തില്ല, ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും കൂടെ സൈഡായിട്ട് ചെയ്യാം. ഇനി പണം മുടക്കാൻ പേടിയാ. കാര്യം ഓൾറെഡി ചൂടുവെള്ളത്തിൽ വീണിരിക്കുക. 1 പേടി, 2 ഒന്നുമില്ല. അവസാനത്തെ സ്വർണവും മുത്തൂറ്റിലും ബാങ്കുകളിലും ഒക്കെ ആയിട്ട് പോയി. ലാസ്റ്റ് സ്വർണം പോയി. അത് പിന്നെ എനിക്ക് പുതിയതൊന്നുമല്ല, കല്യാണത്തിന് മുമ്പേ ഈ നമ്മുടെ മോതിരമാറ്റം നടത്തുമല്ലോ, എന്നിട്ട് 6 മാസം സമയം കൊടുക്കും ചെറുക്കനും പെണ്ണും അങ്ങോട്ട് വിട്ട് വിളിക്കാൻ. കൊടുക്കില്ലയോ? മിക്കവാറും ഉണ്ട്. ചിലർക്ക് ടൈമിംഗ് ഇല്ല, ചിലർക്കുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? ഞാൻ ഒരു പഴയ പാട്ടാണ് ഇവിടെ പാടി കേൾപ്പിച്ചത്. ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ ഒരു പാട്ടുണ്ട്. കനകത്തിൻ ഭാരമെന്തിൻ നോമനെ എൻ പ്രണയം നിൻ ആഭരണമല്ലയോ. ഇതാണ് കവി പറയുന്നത്. അതിന്റെ മലയാളം അർത്ഥം ഇത്രേ ഉള്ളൂ: എന്റെ പ്രേമം മാത്രം കാണത്തുള്ളൂ, എന്റെ സ്വർണ്ണം മുഴുവൻ ഞാൻ പണയം വെക്കും. അന്നും ഇന്നും വാക്ക് പാലിക്കുന്ന കാര്യത്തിൽ 100% ഞാൻ കൃത്യമാണ്. പറഞ്ഞാൽ തന്നെ ഒറ്റ ആഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ എന്റെ പ്രണയം അവർക്ക് കൊടുത്തു, സ്വർണം മുഴുവൻ ബാങ്കിൽ കൊടുത്തു. അങ്ങനെ എന്താ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തൊരവസ്ഥയായി. 1 കൊല്ലം കഴിഞ്ഞത് എന്ന് നിൽക്കുമല്ലോ സ്വർണ്ണം. ഇത് ഇടിച്ച് നിൽക്കത്തില്ലേ? ആണോ അല്ലേ? നിങ്ങൾക്കിപ്പോൾ ഉള്ള കടമൊക്കെ നിങ്ങളുടെ കയറി ഇങ്ങനെ ഓടിപ്പോകുന്നു, അങ്ങനെയൊന്നുമല്ല. ഇത് ഇടിച്ച് നിൽക്കും. എവിടേക്കെങ്കിലും ചെന്ന് മുമ്പോട്ട് പോകാൻ പറ്റാതാവും. അതാവുന്ന വരെ ചിലരിങ്ങനെ എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച് ഇരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് ഇടിച്ചു നിന്നു തിരിച്ചു കിടക്കാൻ നിൽക്കുന്ന സമയത്താണ് ഹിന്ദു പത്രത്തിൽ ഒരു വാർത്ത വരുവാണ്. 2025 ഇന്ത്യയിൽ ഈ ബിസിനസ് ഫുൾ ടൈം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം 1,80,00,000. ഞാൻ പറഞ്ഞ വാർത്തയല്ല, അന്നത്തെ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ അധ്യക്ഷനായ മീറ്റിംഗിന്റെ റിപ്പോർട്ടാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രാംവിലാസ് പാസ്വാൻ അധ്യക്ഷനായ മീറ്റിംഗിന്റെ റിപ്പോർട്ട്. 1,80,00,000 എത്രയെന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ കേരള ജനസംഖ്യയുടെ പകുതി കൂടുതൽ. അത്രയും വലിയ വ്യവസായമാണ്. ഇപ്പൊ കാണാൻ വലിയ ലുക്കില്ലെന്നേ ഉള്ളൂ. ചെല്ലുന്നവരൊക്കെ കളിയാക്കും, അങ്ങനെ പറയും. എൻ്റെ അച്ഛൻ്റെ പേര് ബാബു എന്നാണ്. അപ്പോൾ പറയാം, ബാബുച്ചേട്ടൻ്റെ മോൻ എന്തോ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ കടയവോ പൂട്ടി, ട്രേഡിംഗ് കമ്പനി പൂട്ടി, മൊത്തം ഇപ്പം വേറെ എന്തോ ഒരു പുതിയ പണി കൊണ്ട് നടക്കുക.